തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം മൂന്നാർ വഴി വട്ടവടയിലേക്ക് ഒരു ബജറ്റ് ഫ്രണ്ട്ലി യാത്ര. ചിലവ് ചുരുക്കിയുള്ള യാത്രയായതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 11:15 പുറപ്പെടുന്ന KSRTC മിന്നൽ ബസ്സിലാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. യാത്ര തുടങ്ങിയത് അമീൻ ഒറ്റക്കാണ് കേട്ടോ. കാരണം അവൻ മാത്രമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ ബസ്സിൽ കയറിയത്. ഞാൻ എറണാകുളത്ത് നിന്ന് ഈ ബസ്സിൽ കയറാനുള്ള പ്ലാനിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രം പ്ലാൻ ചെയ്ത ട്രിപ്പിൽ അവസാന നിമിഷം രണ്ടാൾ കൂടെ കൂടി. നമ്മുടെ കൂടെ ബാക്ക് സീറ്റിലിരിക്കുന്ന ജിതേഷും ഹാഫിസും കൂടെ ഉണ്ടായിരുന്നു. വെളുപ്പിന് 3:30 എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുക എന്നുള്ളത് അല്പം ശ്രമകരമായതുകൊണ്ട് രാത്രി താമസിച്ചുള്ള ഒരു സെക്കൻഡ് ഷോ കണ്ടതിന് ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് പോകാം എന്ന പ്ലാനിലായിരുന്നു ഞാൻ. അങ്ങനെ എൻ്റെ കൂടെ സിനിമ കാണാൻ വേണ്ടി വന്നതാണ് ജിതേഷും ഹാഫിസും. അവസാനം അവരും ഈ ട്രിപ്പിൽ ഞങ്ങളുടെ കൂടെ കൂടി. പിന്നെ നമ്മുടെ സ്വന്തം KSRTC ആയതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. ആസ് പെർ ദ സ്കെഡ്യൂൾ വെളുപ്പിനെ 5:45 മൂന്നാർ എത്തേണ്ട ബസ് നേരം പരപരാ വെളുത്തിട്ടും ഇതുവരെ മൂന്നാർ എത്തിയിട്ടില്ല. എന്നാലും താങ്ക്സ് ടു KSRTC. ബസ് കുറച്ച് ലേറ്റ് ആയാലെന്താ, നല്ല കണ്ണിന് കുളിർന്ന് വരുന്ന നല്ല അടിപൊളി കാഴ്ചകൾ കാണിച്ചുകൊണ്ടാണ് ബസ് ഞങ്ങളെ മൂന്നാറിലെത്തിക്കുന്നത്. കോടയിൽ പൊതിഞ്ഞു നിൽക്കുന്ന മലനിരകളും മനോഹരമായ സൺറൈസ് വ്യൂസും എല്ലാം കണ്ടിട്ടാണ് നമ്മൾ മൂന്നാർ എത്തുന്നത്. ഇതുപോലെ കോട കൊണ്ട് പുതച്ചുറങ്ങുന്ന മലനിരകളെ കാണണമെങ്കിൽ ഏകദേശം ഒരു 6 മണി അല്ലെങ്കിൽ ആ സൺറൈസിനോട് ചേർന്നുള്ള സമയത്ത് നിങ്ങൾ ഈ മലനിരകളുടെ അടുത്തെത്തണം. തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാറിലേക്കുള്ള ബസ്സിൻ്റെ ടൈം ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം ഈ ടൈമൊക്കെ മാച്ച് ചെയ്തിട്ട് തന്നെയാണ് അവർ ഓടിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി കഴിഞ്ഞു. ഞങ്ങൾ മൂന്നാർ എത്താറായി. മൂന്നാർ ചെന്നിട്ട് അടുത്ത ബസ് പിടിച്ചിട്ട് വേണം വട്ടവടയിലേക്ക് പോകാൻ. മൂന്നാർ വന്ന് ഇറങ്ങിയതിന് ശേഷം വട്ടവടയിലേക്കുള്ള ലോക്കൽ ബസ്സിൽ കയറാൻ പോവുകയാണ് ഞങ്ങൾ. ഇവിടെ നിന്ന് ഓരോ അരമണിക്കൂറിലും വട്ടവടയിലേക്ക് ലോക്കൽ ബസ് സർവീസ് ഉണ്ട്. ഈ ബസ്സിലാണ് ഞങ്ങൾ വട്ടവടയിലേക്ക് പോകുന്നത്. ഇരുവശങ്ങളിലും പച്ചവിരിച്ച തേയിലത്തോട്ടങ്ങളും മലനിരകളും ഡാമുകളും കാടും എല്ലാം കടന്നാണ് ഈ ബസ് നമ്മളെ വട്ടവടയിൽ എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിന് മുകളിലൂടെയാണ്. ബസ്സിന്റെ സൈഡ് വ്യൂവിൽ ഡാം നിറയെ വെള്ളമൊക്കെ ആയിട്ട് അതുമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നമുക്ക് പോവാം. പിന്നെ മൂന്നാർ എത്തിയാലുള്ള കാഴ്ചകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങും ഹരിതാപം നിറഞ്ഞ തേയിലത്തോട്ടങ്ങളായിരിക്കും. ആരാണ് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ഇത്ര അറേഞ്ച് ചെയ്ത് ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചേക്കുന്നത് നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട് അല്ലേ. ഇങ്ങനെ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടുപോകുമ്പോൾ വണ്ടിയൊന്ന് നിർത്തി 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ബജറ്റ് ട്രാവൽ ആയതുകൊണ്ട് ബസ്സുകാരൻ നിർത്തി തരാത്തതുകൊണ്ട് നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളതങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു. ബസ്സിൽ കാര്യമായ തിരക്കുണ്ടായിരുന്നില്ല. പകുതിയോളം സീറ്റ് കാലിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം മുൻപിൽ പോയിരുന്ന് ആ വൈഡ് വ്യൂ ഒക്കെ ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ച് ഫ്രണ്ട് സീറ്റിലേക്ക് പോയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു വട്ടവട ഗ്രാമപഞ്ചായത്ത്. ഇനി ഒരു അല്പനേരം നമ്മൾ ഈ ഷോളയാർ വനമേഖലയിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ വട്ടവട ബസ് സ്റ്റാൻഡിലെത്തും. അപ്പോൾ ഇതാണ് വട്ടവട ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബസ്സൊന്നും അവിടെ ഇല്ല.
ബസ് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ തമിഴ് അണ്ണന്മാർ നമ്മളുടെ അടുത്തേക്ക് ഓടി വരും. വട്ടവട എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവിടെ നിന്നൊരു ജീപ്പ് എടുത്ത് വട്ടവട എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇപ്പം നിങ്ങൾ കാണുന്നത് നായാട്ട് സിനിമയിൽ അവർ ചാടി ഓടി മറിഞ്ഞൊക്കെ പോകുന്ന കുറേ സീനൊക്കെ കാണിച്ചത് ലൊക്കേഷനല്ലേ, ആ ലൊക്കേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വട്ടവട മൊത്തത്തിലൊരു കർഷക ഗ്രാമമാണ്. അപ്പോൾ ആ ഒരു ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാൻ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ ട്രിപ്പിലെ ഏറ്റവും മനോഹരമായ കുറച്ച് കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇനി കുറച്ചു നേരം കാട്ടിലൂടെ ട്രക്ക് ചെയ്ത് കാട്ടരുവിയും വെള്ളച്ചാട്ടവും ഗുഹയുമെല്ലാം കണ്ട് തിരിച്ചു വരാം. സാധാരണ ഒരു ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് കുരങ്ങുകളെയാണ്. പക്ഷേ ഇവിടെ അധികം കുരങ്ങുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ കുറവ് പരിഹരിച്ചത് ജിതേഷും ഹാഫിസും കൂടെയാണ്. അവർ ചാടി പോകുന്നുണ്ടായിരുന്നു. അവരുടെ ഒപ്പം എത്താൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയുള്ളൂ. ഈ നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങളെന്തോ കാഴ്ച കണ്ട് നിൽക്കുകയാണെന്ന്. അല്ല ഗൈസ്, നടന്ന് ചത്തു നിന്നതാണ്. പക്ഷേ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും നടക്കാം. അടുത്തതായി ഒരു ഗുഹ ലക്ഷ്യമിട്ട് ഞങ്ങൾ നടക്കുമ്പോഴാണ് ഈ ഒരു സ്പോട്ട് കാണുന്നത്. അങ്ങോട്ട് നടന്ന് കയറാൻ തന്നെ ചെറിയ പാസേജുകളൊക്കെ ഉള്ളൂ. നമുക്ക് നേരെ നടന്നൊന്നും പോകാൻ പറ്റില്ല, കുറച്ചൊന്ന് കുനിഞ്ഞൊക്കെ വേണം പോകാൻ. പക്ഷേ ആ ഒരു പാറയുടെ മേളിലൊക്കെ കയറിയിരുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. കാരണം കുറച്ചധികം നടന്നതുകൊണ്ട് ഒരു ചെറിയ റെസ്റ്റുമായി നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു വൈബിലിരുന്ന് കുറച്ച് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. നടന്ന് കാടിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഗുഹയുടെ അടുത്തെത്തി. ഇനി നമുക്ക് ആ ഗുഹ എക്സ്പ്ലോർ ചെയ്യുന്നത് കാണാം. കഷ്ടിച്ച് ഒരാൾക്ക് നുഴഞ്ഞു കയറാൻ പാകത്തിലുള്ള വഴികളാണ് ഈ ഗുഹയ്ക്കുള്ളിലുള്ളത്. എന്നാലും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഈ ഗുഹയിലെ ഏറ്റവും നാരോ ആയിട്ടുള്ള പാസേജാണ് ഇനി നിങ്ങൾ കാണുന്നത്. കഷ്ടിച്ച ഒരാൾക്ക് നമ്മുടെ മേലൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉരയുകയൊക്കെ ചെയ്യും. അപ്പോൾ കഷ്ടിച്ച ഒരാൾക്ക് പോകാൻ പറ്റുന്ന ഒരു ചെറിയ പാസേജാണത്. ഈ കാണുന്ന ചെറിയ ദ്വാരത്തിലൂടെ വേണം നമ്മൾ പുറത്തേക്ക് വരാൻ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി പതിയെ ആ ഗുഹയുടെ പുറത്തേക്ക് വന്നു.
അങ്ങനെ ഞാൻ കയറി പോകുന്നതിന് ശേഷവും ബാക്കിയുള്ളവർ വീഡിയോ എടുക്കാനായിട്ട് ഹാഫിസ് അവിടെ തന്നെ ഇരുന്നു. കാടിൻ്റെ ഉള്ളിലുള്ള ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് പോകാൻ അവിടെ ഒരു വഴിയുണ്ട്. പക്ഷേ അവിടെ നല്ല തെന്നലും വഴുക്കലും ഉള്ളതുകൊണ്ട് ആ റിസ്ക് ഞങ്ങൾ എടുത്തില്ല. നിങ്ങൾ വിഷ്വലിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റീപ്പായിരുന്നു അങ്ങോട്ടുള്ള വഴി. അതുകൊണ്ട് കുറച്ച് ദൂരം മാറിയിരുന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് നടന്നു. ബൈ ദ വേ, ഇതാണ് ഞങ്ങൾ വട്ടവടയിൽ നിന്ന് ഹയർ ചെയ്ത ഞങ്ങളുടെ ജീപ്പ്. ഇതിങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ വന്ന് വണ്ടി നിർത്തിയതും മഴ തുടങ്ങി. ഒരു ചെറിയ മഴ. എന്ത് രസമായിരുന്നു അറിയോ ആ മഴയത്ത് അവിടെ ഇറങ്ങി നിന്ന് അങ്ങനെ കാഴ്ചകൾ. ആ ചാറ്റൽ മഴയങ്ങ് മാറിയതും അവിടുത്തെ സീൻ മൊത്തത്തിൽ മാറി. നിമിഷ നേരം കൊണ്ടാണ് കോട വന്ന് ആ ഏരിയ ഫുള്ള് കവർ ചെയ്തത്. അങ്ങനെ കോട വന്ന് കയറുന്നത് കണ്ടു നിൽക്കാൻ എന്ത് രസമായിരുന്നോ. ഈ ജീപ്പ് യാത്രയിൽ ഒരു 99% റോഡും ഓഫ് റോഡായിരുന്നു ഗൈസ്. അവിടെയൊക്കെ ഒരു കുഴിയിൽ പോലും ബ്രേക്ക് ഔട്ടാതെ ഞങ്ങളെ പറത്തി കൊണ്ടുപോയ ഞങ്ങളുടെ ഡ്രൈവറാണ് ഈ കാണുന്നത്, പ്രവീണിൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ പ്രവീൺ ഞങ്ങളോട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളിക്കാരനും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും കുറച്ചുകൂടെ വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഈ വെള്ളത്തിലൊന്നും നമ്മൾ തൊട്ടിട്ടില്ല. കാരണം വെള്ളത്തിന് ഫുള്ളൊരു മഞ്ഞ കളറായിരുന്നു. അതായത് ഇത് ചെളി ഇളകി വരുന്ന വെള്ളമായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ ആ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, ദൂരെ നിന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷെ അതൊരു അത്യാവശ്യം വലിയൊരു വെള്ളച്ചാട്ടമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വീണ്ടും വലിഞ്ഞു കയറി ഞങ്ങൾ മേളിലെത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ ടെൻറ്റ് സ്റ്റേയും അല്ലാത്ത റൂമും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റേ കണ്ടു. ഇവിടെയൊക്കെ ഒരു നൈറ്റ് സ്റ്റേ എടുത്താൽ നല്ലൊരു വൈബായിരിക്കും. ആ ഒരു നൈറ്റ് ലൈഫും പിന്നെ ഏർലി മോർണിംഗിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യുന്നില്ല, നമ്മൾ വൺ ഡേ ട്രിപ്പാണ്. നമ്മളിന്ന് രാത്രി തന്നെ മൂന്നാറിൽ റിട്ടേൺ പോകുന്നതാണ്. ഇങ്ങനെ പല ഹിൽ സ്റ്റേഷനിലും പോകുമ്പോഴും ഇങ്ങനെ മലകളിൽ ഇങ്ങനെ തട്ടായിട്ട് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാം. അതവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃഷിഭൂമി സെറ്റാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഓരോ തട്ടായിട്ട് വെക്കുന്നത് കേട്ടോ.
അങ്ങനെ അവസാനം ഞങ്ങളത് ഒരു സ്ട്രോബെറി തോട്ടത്തിലെത്തിയിട്ടുണ്ട്. സീസൺ അല്ലായിരുന്നതുകൊണ്ട് ഒരുപാട് സ്ട്രോബെറി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് വാടിയതും ചീഞ്ഞതുമായ കുറച്ച് സ്ട്രോബെറി മാത്രമേ നമ്മൾ ആ തോട്ടത്തിൻ്റെ ഉള്ളിൽ കണ്ടുള്ളൂ. പക്ഷേ ഒരു സീസൺ സമയത്ത് പോയായിരുന്നെങ്കിൽ ഇവിടെ നിറച്ച് സ്ട്രോബെറി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അവർ. നമുക്ക് ആ കാഴ്ച കിട്ടിയില്ല. ഇവിടെ നമ്മളിവിടെ നിന്ന് ഇതൊക്കെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാൻ തരും. ഇപ്പോൾ 0% ആൽക്കഹോളുള്ള ആൽക്കഹോൾ ഇല്ലാത്ത വൈനാണെന്നാണ് അവരിത് പറഞ്ഞത്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ തരും, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് പോവാം. അപ്പോൾ അതും ഈ സ്ട്രോബെറി ഫാമിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ വട്ടവട ബഡ്ജറ്റ് ട്രാവലിങ്ങിൻ്റെ നമ്മൾ ഒരു 1 ഡേയിൽ കവർ ചെയ്യാൻ പറ്റിയ വട്ടവടയിലെ സീനറികളൊക്കെ ഇതൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ പോകണം. അവിടെ നിന്ന് അടുത്ത ബസ് പിടിച്ചിട്ട് മൂന്നാർ എത്തണം. മൂന്നാറിൽ നിന്ന് നമ്മൾ വന്ന അതേ ബസ് തിരിച്ചു പോകുന്നുണ്ട്, മിന്നൽ ടു ട്രിവാൻഡ്രം. അപ്പോൾ ആ ബസ് പിടിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്നുള്ളതാണ് അടുത്ത പ്ലാൻ. വട്ടവട ബസ് സ്റ്റാൻഡിൽ നിന്ന് വൈകുന്നേരം 4:30 മൂന്നാറിലേക്കുള്ള ലാസ്റ്റ് KSRTC ബസ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബസ് 4:30 വന്നില്ല, 5:30 വന്നില്ല, 6 മണിക്കാണ് ബസ് വന്നത്. കാരണം ഓൺ ദ വേയിൽ ബസ്സിനെന്തോ പഞ്ചർ കിട്ടിയിട്ട് ആ സമയത്ത് അങ്ങോട്ടുള്ള ഒള്ളി ബസ് ഇതായിരുന്നു. അപ്പോൾ ആ ബസ്സിൻ്റെ പഞ്ചറായിട്ട് അത് 6 മണിയായപ്പോഴാണ് വരുന്നത്. എന്നിട്ട് അന്ന് ഉടനെ തന്നെ നമ്മൾ ആളെ കയറ്റി അവർ തിരിച്ച് പോവുകയും ചെയ്തു. ഇപ്പോൾ രാത്രി 8 മണിക്കാണ് മൂന്നാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള മിന്നൽ ബസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കുറച്ച് ടെൻഷൻ അടിച്ചായിരുന്നു സമയത്ത് എത്തുമില്ല എന്നുള്ളത്. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു 7:30 ആയപ്പോൾ തന്നെ നമ്മൾ മൂന്നാർ എത്തി. എന്നിട്ട് നമുക്ക് ആ ബസ് പ്രോപ്പറായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റി. ബസ്സിൽ നിന്ന് റിട്ടേൺ പോരുകയും ചെയ്തു. അപ്പോൾ ഇനി വട്ടവടയ്ക്ക് ഇതേപോലെ 1 ഡേ പ്ലാൻ ചെയ്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് എപ്പോഴും ബസ്സില്ല. അപ്പോൾ ആ ബസ്സിൻ്റെ ടൈമിംഗ് ഒന്ന് അന്വേഷിച്ചിട്ട് വേണം വരാൻ. രാവിലെ 8 മണിക്ക് മുതൽ 1-2 ബസ്സുണ്ട് ½ hour ഗ്യാപ്പിൽ. പിന്നെ അതുപോലെ വട്ടവടയിൽ നിന്ന് റിട്ടേൺ മൂന്നാർക്കുള്ള ലാസ്റ്റ് ബസ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന 4:30 ബസ്സാണ്. അപ്പോൾ ട്രാവൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്നും കൂടെ അന്വേഷിച്ചിട്ട് പ്രോപ്പറായിട്ട് വിത്തിൻ ടൈം ട്രാവൽ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു 1 ഡേ ട്രിപ്പ് ഇത്ര മനോഹരമാക്കാമെന്ന്. കാരണം അതിന് മാത്രം വ്യൂസ് ആ ഒരു കുറഞ്ഞ ഒരു 4 to 6 hours ഞങ്ങൾ ജീപ്പ് സഫാരി ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമുക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കിട്ടി. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ട്രിപ്പ്.